കടയോടി ബേബിയും കുന്നേൽ ഔദയും ഒക്കെ ചതിച്ചു കൊന്ന ആ പഴയ മരംവെട്ടുകാരന്റെ മകന്റെ കഥ എല്ലാവർക്കും അറിയാം. അത് തീരുന്നില്ല. ലേലം വീണ്ടും ചതിയിൽ വീണ മനുഷ്യരിലൂടെ തുടരുകയാണ്. ലേലത്തിന് പഴയ കള്ളുവാറ്റുകാരന്റെ മോനുണ്ടെന്ന് കേട്ടല്ലോ. കള്ളവാറ്റുകാരന്റെ മോനോ? അവനൊരു മാഫിയ കിങ്ങിന്റെ മകനാണ്. ലിക്കർ ബിസിനസ് ഇല്ലാത്ത മാഫിയ ഡോൺസ് ആരാ ഉള്ളത്? എന്തായാലും കണ്ടവന്റെ പിച്ചാത്തിക്ക് തീർന്നില്ലേ? അതും ഏതോ ഒരുത്തൻ പിന്നിൽ നിന്നും കുത്തി. ഡേവിഡ് തരകനും കടയാടി ബേബിയും കുന്നേൽ ഔദയും ഒക്കെ അതുകൊണ്ട് ഇപ്പൊ കളം പിടിച്ചു. ഇപ്പൊ അവരാ രാജാക്കന്മാര്. നിനക്ക് തെറ്റി. പുലിക്ക് പിറന്നത് ഏതായാലും പൂച്ചക്കുട്ടി ആവില്ലല്ലോ. സഞ്ജയ് രജപുത്ര ഇപ്പൊ ഇല്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒരു തീക്കൊള്ളി ഈ മണ്ണിലേക്ക് ഇട്ടിട്ടാണ് അദ്ദേഹം പോയത്. ടൈഗർ ഗ്രൂപ്പിന്റെ പുതിയ അവകാശി അഭിനവ് രജപുത്ര. ഇരുണ്ട വെളിച്ചങ്ങൾ തിളങ്ങി നിന്ന് അവിടേക്ക് ഒരു പഴയ ജീപ്പ് വന്നു നിന്നു. എന്ത്? ഈ പഴയ ജീപ്പിലാണോ ടൈഗർ ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ അവകാശി വരുന്നത്? അയാൾ അങ്ങനെയാണ്. പ്രകടനങ്ങളല്ല, പ്രവർത്തിച്ചാണ് അയാൾക്ക് ശീലം. അപ്പോഴേക്കും ജീപ്പിൽ നിന്നും മടക്കിയെടുത്ത മുണ്ടും പിരിച്ച മീശയുമായി 6 അടി നീളത്തിലുള്ള ഒരു ആജാനുബാഹു അബി പുറത്തേക്കിറങ്ങി. ഓ, എന്നാ സെറ്റപ്പാ! ഇത്ര സെറ്റപ്പ് ഉള്ള ഒരു ലേലം പിടിച്ചില്ലെങ്കിൽ അതെനിക്ക് കുറച്ചിലാവല്ലോ, അല്ലേ വിക്രം? അബിയുടെ അച്ഛന്റെ പഴയ സഹായിയായിരുന്നു വിക്രം. എന്നാൽ വിക്രത്തിന്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ഒതുങ്ങുന്നതല്ലേ നല്ലത്. ഇപ്പോൾ പ്രതികാരം ചോദിക്കാനുള്ള അവസ്ഥയിലാണോ നമ്മൾ? എന്നാൽ അത് കേട്ടതും അബിക്ക് പെരുവിരലിൽ നിന്നും തരിച്ചു കയറി. എല്ലാം മറക്കണമെന്നാണോ വിക്രം ഈ പറയുന്നത്? എന്റെ അച്ഛനെ പിന്നിൽ നിന്ന് കുത്തിയത് ആ കൂട്ടത്തിൽ ഏത് മോനായാലും അവന്റെയൊക്കെ ചങ്കിലൊരു പിച്ചാത്തിപ്പിടി ഇറക്കി ആ ചോരക്ക് അബി പ്രതികാരം ചോദിച്ചിരിക്കും. അബി, അവർ അത്ര ചെറിയ പുള്ളികളല്ല. നമ്മളെന്താ ചെറിയ പുള്ളികളാണോ? മാഫിയ റൂളിംഗ് ആയാലും അബ്കാരി ബിസിനസ് ആണെങ്കിലും വി ആർ ദ കിങ്സ്. പക്ഷെ കാലം മാറി അഭി. എനിക്ക് നിന്റെ വികാരം മനസ്സിലാവും. പെരുമഴയത്ത് കിടന്ന നിന്റെ അച്ഛൻ മരിച്ചത് അവര് തന്നെയാ അത് ചെയ്തത്. പക്ഷെ കളം മാറിയപ്പോ നമ്മൾ കൂടുതൽ സൂക്ഷിക്കണം. മറക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്ന് ഒതുക്കിക്കൂടെ? വിക്രം പറഞ്ഞ എനിക്ക് മനസ്സിലായി. വീരുക്കളെ പോലെ പിന്മാറുകയല്ലേ, അച്ഛന്റെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുകയല്ലേ? വിക്രം, എനിക്ക് ഒറ്റ തന്തയുള്ളൂ. അടുത്ത നിമിഷം ഞാൻ കണ്ടവന്റെ വെടിക്ക് ചത്താലും അത് അങ്ങനെയായിരിക്കും. മാഫിയ വിഭാഗത്തിന്റെ കിങ് ആയിരുന്നു ടൈഗർ ഗ്രൂപ്പിന്റെ തലവനായിരുന്ന സഞ്ജയ് രജപുത്ര. ഒരു പെരുമഴയത്ത് ശത്രുക്കളുടെ ചതിയിൽപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. അന്ന് അബിക്ക് വെറും 6 വയസ്സായിരുന്നു. പിന്നീട് 22 വർഷങ്ങൾക്ക് ശേഷമാണ് അബി തിരിച്ചു വന്നത്. അപ്പോഴേക്കും അബിയുടെ ശത്രുക്കൾ മാനം മുട്ടെ വളർന്നിരുന്നു. അബി, അവർ വരുന്നുണ്ട്. നീ ആരാണെന്ന് അവർക്ക് അറിയില്ല. സോ ബെറ്റർ ടു കീപ് എ ലോ പ്രൊഫൈൽ. സോറി വിക്രം, എന്റെ പ്രൊഫൈൽ എന്റെ സർനെയിം ആണ് രജപുത്ര, ടൈഗർ ഗ്രൂപ്പ്. അതെനിക്ക് കാണിച്ചേ പറ്റൂ. അപ്പോഴേക്കും ആഡംബര കാറുകളിലായി എതിരാളികൾ അവിടേക്ക് വന്നു. അബി, ആ വരുന്നവർ ആരൊക്കെയാണെന്ന് അറിയുമോ? അറിയാം, എന്റെ അച്ഛനെ കൊന്നവർ. അപ്പോഴേക്കും ഡേവിഡ് തരകൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് വന്നു. ഇതാണോ സഞ്ജയുടെ ചെക്കൻ? ഇവൻ നരന്തല്ലേ? ഇവനെ കൊണ്ടൊക്കെ ലേലം പിടിക്കാൻ പറ്റുമോ? ലേലം പിടിക്കാൻ പറ്റോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പം മനസ്സിലാവും. കാത്തിരുന്നോ. എടാ ചെക്ക, വെല്ലുവിളികളാകാം, പക്ഷെ അത് തന്നോളം പോകുന്നവരോട് മാത്രമേ പാടുള്ളൂ. എടാ ദാവീദേ, നിന്റെ ഗോലിയാത്താണ് ഞാൻ. കഥ തിരുത്തി എഴുതാൻ വന്ന ഗോലിയാത്ത്. ഈ നിമിഷം മുതൽ അബി കണക്കുകൾ ഓരോന്നായി എണ്ണി തുടങ്ങാണ്. അതെ, ആ കഥകൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. അബിയുടെ നഷ്ടങ്ങൾക്കും. വർഷങ്ങൾക്ക് മുൻപ് ഒരു രാത്രിയിലാണ് അത് സംഭവിക്കുന്നത്. വെടിയൊച്ചകൾക്കും മലർച്ചകൾക്കും ഇടയിൽ അന്ന് ആ രാത്രി ഒരച്ഛന്റെ കരച്ചിൽ ഉയർന്നു കേട്ടു. മോനെ, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലേ ഇവര് നിന്നെ കൊന്നുകളയും. വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ 5 വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു. സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിലായി ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട്. എന്നാൽ കുഞ്ഞു അബി അച്ഛനെ ഒറ്റയ്ക്കാക്കി അവിടെ നിന്നും രക്ഷപ്പെടാൻ കൂട്ടാക്കിയില്ല. വാശി കാണിക്കില്ല അബി, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവരിപ്പോ ഇവിടെ എത്തും. അതിനു മുമ്പ് മോനെങ്കിലും രക്ഷപ്പെടണം. മോനെ, ഒന്നും ഇവിടെ അവസാനിക്കാൻ പാടില്ല. അതിന് നീ ബാക്കിയുണ്ടാവണം. ബി എ ടൈഗർ അബി. വിടർന്ന കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവിനെ ഏൽപ്പിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം. ഒരിക്കൽ അവൻ നിന്റെ മുമ്പിൽ വരും. അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. പോക്കറ്റിൽ നിന്നും ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീയാളുന്നുണ്ടായിരുന്നു. മകനെ വിട്ടുപോവാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി. അഭിനവിന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി. അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്നു കരഞ്ഞു. എങ്കിലും ഇരുട്ടിൽ 5 വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല. സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു. ശത്രുക്കൾ 4 പാടും ചിതറി വീണു. അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു. പിന്നീട് 18 വയസ്സ് വരെ അബി വളർന്നത് മട്ടാഞ്ചേരിയിലെ ആ അനാഥാലയത്തിലായിരുന്നു. അവിടെ നിന്നും ഇറങ്ങിയ ശേഷം അവൻ ഒരു ഡെലിവറി ബോയായി ജോലി നോക്കി. അങ്ങനെയിരിക്കെ അവന് കിട്ടിയ കൂട്ടായിരുന്നു വൈഷ്ണവി. എന്നാൽ അവളുടെ ഒരു പിറന്നാൾ രാത്രിയിലാണ് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞത്. വൈഷ്ണവിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അവളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു അഭിനവ്. പ്രിയപ്പെട്ട കാമുകിക്ക് ഒരു ഡെലിവറി ബോയായ അബി അവന് കഴിയാവുന്ന രീതിയിലുള്ള 60 രൂപയുടെ ഒരു പേസ്ട്രി കേക്കും വാങ്ങിയിരുന്നു. പക്ഷേ അവൻ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. വൈഷ്ണവിയുടെ വീടിന് മുന്നിലെത്തിയ അഭിനവിന്റെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതരം വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അകത്തുനിന്നും ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയൊരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. എന്നാൽ അഭി ഞെട്ടിയത് മറ്റൊരു കാര്യം കണ്ടായിരുന്നു. തന്റെ കാമുകയായ വൈഷ്ണവിയെ അവളുടെ പിറകിൽ നിന്നും മറ്റൊരാൾ ചേർത്ത് പിടിക്കുന്നത് കണ്ട്. അത് ദേവനായിരുന്നു. കയ്യിൽ വലിയൊരു സമ്മാന പൊതിയുമുണ്ടായിരുന്നു. ദേവനെ അഭിനവിന് മുൻപേ അറിയാം. പേര് കേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ് അവൻ. വൈഷ്ണവിയുടെ ചുറ്റിനും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനവിന് ദേവന് ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്ക്. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും
പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഇവനാണ് എന്റെ ബോയ്ഫ്രണ്ട് ദേവ്. ആ വാക്ക് കേട്ട് ഇടിവെട്ടിയ പോലെ അഭി ഷോക്കായി നിന്നു. അവന്റെ കയ്യിൽ നിന്നും ആ പേസ്ട്രി താഴെ പോയി. അത് കണ്ട് ചുറ്റുമുള്ളവർ ചിരിച്ചു. വൈഷ്ണവി, നീ എന്നോട് സോറി അബി, സോറി ഫോർ ദി സർപ്രൈസ്. എടി മൂദേവി, നീയൊക്കെ ഒരു പെണ്ണാണോ? ഇങ്ങനെ ഒരാളെ ചതിക്കാൻ നിനക്ക് എങ്ങനെ സാധിക്കുന്നു? നിന്റെ തലയ്ക്ക് വട്ടുണ്ടോടാ പൊട്ട? എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ പ്രണയിക്കാനും കല്യാണം കഴിക്കാനും തീരുമാനിച്ചതിൽ നിനക്ക് എന്താ ഇത്ര ചോദിച്ചിൽ? ഇഷ്ടമുള്ള ആളോ? അപ്പൊ ഞാനോ? 5 വർഷത്തെ നമ്മുടെ പ്രേമമോ? എടാ പൊട്ട, 5 വർഷമായില്ലേ? അത് എക്സ്പയർ ആയി. എല്ലാ ബന്ധങ്ങൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നിന്നെ എടുത്തപ്പോ നിന്നേക്കാൾ പണമുള്ള ഒരുത്തനെ കിട്ടിയപ്പോ ഞാൻ അങ്ങോട്ട് പോയി. മനുഷ്യനല്ലേ കുട്ടാ? എടി വഞ്ചകി, നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യ പറ്റുണ്ടോ? നീ ഒരു പെണ്ണാണോ? ഹലോ, കൂടുതൽ ഓവർ ആക്കല്ലേ. എന്നാ ഞാൻ ഒരു കാര്യം തിരിച്ചു ചോദിക്കട്ടെ. കഴിഞ്ഞ 5 വർഷത്തിൽ എന്റെ കയ്യിലല്ലാതെ എന്നെ നീ ഒന്ന് തൊട്ടിട്ടുണ്ടോ? ഞാൻ നിനക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ടും നീ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലും ഇല്ല. പൊട്ടനെന്ന് പറഞ്ഞ ഭൂലോക പൊട്ടൻ. നീയൊക്കെ ഒരാണാണോ? ഞാൻ ആണാണോന്ന് നിനക്കിപ്പോ സംശയം ഉണ്ടല്ലേ? പക്ഷെ കഴിഞ്ഞ 5 കൊല്ലം ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വെച്ച് കൊണ്ടു നടന്ന 5 കൊല്ലം നിനക്ക് ആ സംശയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പൊട്ടനാണോന്ന് ആയിരിക്കും. അതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയത്. മനസ്സിലാക്കിയെടുത്തോളം മതിയടാ. നിന്റെ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തു. ഇനി പുതിയ ചാപ്റ്റർ എന്റെ ദേവേട്ടെ. അപ്പോഴേക്കും തിളങ്ങുന്നൊരു കോട്ട് ധരിച്ച് ദേവൻ അവിടേക്ക് എത്തി. ദേവനും അബിയെക്കുറിച്ച് വളരെ മോശമായി സംസാരിക്കുകയും അബിയോട് ഇറങ്ങിപ്പോവാൻ പറയുകയും ചെയ്തു. നത്തിങ് ദേവേട്ട, ഇവന് യാതൊരു ഉളുപ്പുമില്ല. ഞാൻ മൂവ് ഓൺ ചെയ്തു എന്നറിഞ്ഞപ്പോ സെന്റിമെന്റ്സും ചതിക്കഥയും ഒക്കെ വന്നിരിക്കുക. എന്നാൽ അബിക്ക് അതിനൊന്നും മറുപടി പറയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നില്ല. എങ്കിലും അവന് കഴിയാവുന്നത് പോലെ അവൻ അതിന് മറുപടി പറഞ്ഞു. ഒരാളെ ചതിക്കുന്നതിനൊക്കെ ഇപ്പൊ ഫ്രീക്ക് പേരായോ? മൂവ് ഓൺ അല്ലേ? ചതി എങ്കിൽ ചതി. കൂടുതൽ ഡയലോഗ് അടിക്കാതെ ഇറങ്ങി പോടാ നാറി. പോകുമ്പോ നിന്റെ ആ 60 രൂപയുടെ കേക്കും എടുത്തോ. ഇവിടെ ആർക്കും വേണ്ട ഈ ചീഞ്ഞ കേക്ക്. അവൻ വന്നിരിക്കുന്നു ഒരു അളിഞ്ഞ കേക്കും കൊണ്ട്. വൈഷ്ണവി ആ കേക്ക് തന്റെ കൈകൊണ്ട് തട്ടി നീക്കി. ഒരു നിമിഷം അബിയുടെ കണ്ണിൽ നനവ് പടർന്നു. മതി, എന്തും പറയാത്ത നിലയിലേക്ക് നീ തരം താഴുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല. നിനക്ക് എന്നെ വേണമെങ്കിൽ എനിക്ക് നിന്നെ വേണ്ട. നീ പോയ എനിക്ക് പുല്ലാണടി. അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി നടന്നു. ഒരു ആവേശത്തിൽ അബി അങ്ങനെ പറഞ്ഞെങ്കിലും വൈഷ്ണവിയെ മറക്കുക എന്നത് അബിക്ക് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അബി തന്റെ വിഷമങ്ങൾ മറക്കാൻ മദ്യത്തെ ആശ്രയിച്ചു. ബാറിൽ നിന്നും 5 കുപ്പി ബിയർ അകത്താക്കിയ ശേഷം തെരുവിലൂടെ ലക്ഷ്യമില്ലാതെ അലഞ്ഞു. വൈഷ്ണവിയുടെ ആ ചതി അവന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ അതിന്റെ പേരിൽ മദ്യപിച്ച് വഴിയിലൂടെ അലഞ്ഞു തിരിഞ്ഞു. എന്നാൽ അവനെ കാത്ത് കാലത്തിന്റെ മറ്റൊരു ട്വിസ്റ്റ് വരുന്ന കാര്യം അവൻ അപ്പോൾ അറിഞ്ഞില്ല. മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട അബി അവിടെ റോഡിലേക്ക് മറിഞ്ഞു വീണു. പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലേക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്ക് ഇറങ്ങി. അയാളായിരുന്നു സൗരവ് മേനോൻ, കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവൻ മേനോന്റെ ചെറുമകൻ. സൗരവ് അഭിനവനെ അല്പനേരം നോക്കി നിന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. തൊട്ടരികിൽ പൊട്ടിച്ചിതറിയ ഒരു മദ്യക്കുപ്പിയുണ്ട്. സൗരവിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. സൗരവിന് ചില ഗൂഢോദ്ദേശങ്ങളുണ്ടായിരുന്നു. അത് പ്രാവർത്തികമാക്കാൻ ഒരാളെ തപ്പി നടക്കുമ്പോഴായിരുന്നു അപ്രതീക്ഷിതമായി അബി അവന്റെ കാറിന് മുന്നിലേക്ക് വന്നു ചാടിയത്. റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാതെ ഡ്രൈവർ സൗരവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു, ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരുമല്ലാതാവും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ. നോക്കിക്കോ, ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും. ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിന്റെ പുറകിലേക്ക് കയറ്റി. എമറാൾഡ് ഹോട്ടലിലേക്ക് വിട്. ഇനിയുള്ള ജോലി അവിടെയാ. വൈകാതെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നേരം പുലർന്നപ്പോൾ അഭിനവിന് തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായ ഒരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടരികിൽ ദേവതയെ പോലെ ഒരു സുന്ദരിയായ പെൺകുട്ടി കിടക്കുന്നു. അവൾ ധരിച്ചിരുന്നത് നേർത്തൊരു നൈറ്റ് ഗൗൺ ആണ്. ആ വസ്ത്രത്തിൽ അവളുടെ ഉടലഴകുകൾ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. താൻ ഇത് എവിടെയാണെന്നും തനിക്ക് എന്താണ് സംഭവിച്ചതെന്നും മനസ്സിലാവാതെ അഭിനവ് ഇരുന്നു. അപ്പോഴാണ് അവൻ തന്റെ ദേഹത്ത് യാതൊരു വസ്ത്രവും ഇല്ല എന്ന സത്യം തിരിച്ചറിയുന്നത്. ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റും ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചു പോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താനാരാ? എങ്ങനെ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അതെ, അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? നീ കൂടുതൽ അഭിനയിക്കൊന്നും വേണ്ട. ഇന്നലെ രാത്രി നീ എന്നെ എന്താ ചെയ്തേ? അത് ഞാനല്ലേ ചോദിക്കേണ്ടത്. നിന്റെ ദേഹത്ത് തുണിയൊന്നുമില്ലല്ലോ. അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവിന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തശ്ശൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, ഇവള് ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്കത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ കുറിച്ച് ഓർത്തോ? കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛനെ എല്ലാം ഏൽപ്പിച്ചത്? എന്നിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ലേ നീ? അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തശ്ശ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നതൊന്നും അല്ല സത്യം. ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. സാറാ, കുട്ടി പറഞ്ഞത് ശരിയാ. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ. അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും.
ഉടനെ ഹരിദേവൻ ചുണ്ടിൽ ഒരു ചിരിയെടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു. എന്നാൽ ആ തീരുമാനം കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. നോ, ഇതൊരിക്കലും നടക്കില്ല. എന്താ ഇത്? ഇതിന് ഞാൻ സമ്മതിക്കില്ല. യെസ്, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നീങ്ങി. എങ്ങാനും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മുത്തശ്ശന് എങ്ങനെ തോന്നി? എന്തായിരിക്കും ഹരിദേവൻ എടുത്ത ആ തീരുമാനം? അലീനയും അനന്യയും അബിയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമാകുകയാണോ? ആരായിരിക്കും അബിയുടെ ജീവിതത്തിലേക്ക് വരിക? യഥാർത്ഥത്തിൽ അബി ആരാണെന്നുള്ളത് ഈ ലോകം തിരിച്ചറിയുമോ? ലേലത്തിൽ ആരായിരിക്കും ഇനി വിജയിക്കുക? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയാൻ ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ. പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ് നൗ.